തൃശൂർ മുണ്ടൂരിൽ അമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് മകളും ഒപ്പം മകളുടെ കാമുകനും പിടിയിലാവുന്നത്. തൃശൂർ മുണ്ടൂർ സ്വദേശിനിയാണ് മരിച്ചത്. മുണ്ടൂർ ശങ്കരകണ്ഠം സ്വദേശി ഐനിക്കുന്നത്ത് വീട്ടിൽ തങ്കമണി എന്ന 75-കാരി. മകൾ, അവളുടെ പേര് സന്ധ്യ എന്നാണ്, 45 വയസ്സ്. കൂടെ പിടിയിലായ കാമുകൻ, അയാളുടെ പേര് നിതിൻ എന്നാണ്, വയസ്സ് 27. അയൽവാസികളാണ്. നാളുകളായി ഈ ബന്ധം തുടരുന്നു. അതിലുള്ള അമ്മയുടെ എതിർപ്പും ഇതിന് കാരണമായോ? പരിശോധിക്കാം. ഈ 45-കാരിയെ സന്ധ്യ തങ്കമണിയുടെ ഏക മകളാണ്, ഒരേ ഒരു മകൾ. നേരത്തെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് തങ്കമണി. എന്നിട്ടും പോറ്റി വളർത്തി ഇത്രമാത്രം നിലയിൽ എത്തിച്ചു ആ തങ്കമണി എന്ന വയോധിക. പക്ഷേ സ്വന്തം മകളുടെ കൈകൊണ്ട് ജീവിതം അവസാനിക്കാനായിരുന്നു ആ പാവം സ്ത്രീയുടെ നിയോഗം. തലയടിച്ചു വീണു എന്നാണ് ആദ്യം ഈ മകൾ പറയുന്നത് നാട്ടുകാരോട്. പക്ഷേ അതിൽ ചില അസ്വാഭാവികതകൾ തോന്നിയ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. കൊലപാതകമാണെന്ന് തെളിഞ്ഞത് അത് പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ്. പോസ്റ്റ്മോർട്ടത്തിലൂടെ അതിൽ കൃത്യമായിട്ടുള്ളൊരു മർദ്ദനം നടന്നു എന്ന് ബോധ്യപ്പെട്ടു. ഞായറാഴ്ച ഏതാണ്ട് രാവിലെ 5:30-ക്കാണ് അയൽക്കാർ ഈ മൃതദേഹം കാണുന്നു എന്നുള്ള ശബ്ദം കേട്ട് പുറത്തേക്കെത്തി ഈ തങ്കമണിയുടെ മൃതദേഹത്തിനരികിലേക്ക് എത്തുന്നത്. ചലനമറ്റ് കിടക്കുന്ന തങ്കമണി. ഇക്കാര്യം നാട്ടുകാരെ അറിയിച്ചത് ആരാണ്? മറ്റൊരു അയൽവാസിയായ ഈ കേസിലെ സന്ധ്യയുടെ കാമുകനായിട്ടുള്ള നിതിനാണ്. മൃതശരീരം തിരിച്ചിട്ടപ്പോൾ കഴുത്തിലും ചെവിയിലുമൊക്കെ ചില പാടുകളുണ്ടായിരുന്നു. കണ്ടുനിന്ന നാട്ടുകാർക്ക് അതിൽ ചില അസ്വാഭാവികത തോന്നി. ഈ സമയം ശബരിമലയിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു എന്ന മട്ടിലായിരുന്നു ഈ കാണുന്ന നിതിന്റെ ആ പെരുമാറ്റവും ഈ സന്ധ്യയുടെ ആ സമയത്തെ സംഭാഷണവും എല്ലാം നാട്ടുകാർക്ക് ഒരു പൊരുത്തക്കേടുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എളാമ അങ്ങനെ മരിച്ചു കിടക്കണ സമയത്ത് ടോർച്ച് അടിച്ച് നോക്കിയ സമയത്ത് എളാമയ്ക്ക് മേത്ത് സ്വർണ്ണാഭരണമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് സന്ധ്യയുടെ ഭർത്താവും ഞാനും മാത്രം അവിടെ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങനെ ആൾക്കാർക്ക് വന്നു. എളാമ കമന്തര കിടന്നായിരുന്നു. എളാമനെ തിരിച്ചിട്ട സമയത്ത് കഴുത്തിലൊക്കെ പാടുണ്ടായിരുന്നു. ചെവിയുടെ മുകളിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. മുഖത്ത് ചോര ഉണ്ടായിരുന്നു. കാമുകന് പണത്തിനു വേണ്ടിയാണ് അമ്മയുടെ കഴുത്തിൽ നിന്ന് ആ മാല പിടിച്ചെടുക്കാൻ സന്ധ്യ ശ്രമിക്കുന്നത്. മാല പിടിച്ചെടുക്കാനുള്ള ബലപ്രയോഗത്തിനിടെ അമ്മയെ തള്ളി വീഴ്ത്തുന്നു. അമ്മ അവിടെ മരിക്കുന്നു. അങ്ങനെ ശനിയാഴ്ച രാവിലെ നടന്ന കൊലപാതകമാണ് സംഭവം. അതിനുശേഷം മൃതദേഹം രാത്രിയാണ് വീടിന് പുറത്ത് ആ പറമ്പിൽ കൊണ്ടുപോയിടുന്നത്. സ്വന്തം മകളും അവളുടെ കാമുകനും ചേർന്ന്. എന്താണെങ്കിലും പ്രതികൾ കുറ്റം സമ്മതിച്ചു. പ്രതികളെ തെളിവെടുപ്പിന് എത്തിക്കുകയും ചെയ്തു. സന്ധ്യയ്ക്ക് ഭർത്താവും ഒരു മകനുമുണ്ട്. പക്ഷേ അവർ തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് മാത്രം. നിതിനാവട്ടെ 27 വയസ്സുകാരനാണ്. 45-കാരിയുമായിട്ടാണ് ഇപ്പോൾ ബന്ധം. നിതിനും വിവാഹിതനാണ്, അയൽവാസിയാണ്. ഇവർ തമ്മിലുള്ള ഈ ബന്ധം പലപ്പോഴും തങ്കമണി ചോദ്യം ചെയ്തിരുന്നു. അതും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. അതും ഒരു കാരണമായി എന്ന് ചുരുക്കം. പേരാമംഗലം പോലീസ് കേസ് അന്വേഷിക്കുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഈ സന്ധ്യയെ. എന്നിട്ടും സന്ധ്യയെ ചേർത്തു നിർത്തി ഇതുവരെ കൂടെ നിന്ന് വളർത്തിയത് അമ്മയാണ്, തങ്കമണി. ആ തങ്കമണിയാണ് ഇപ്പോൾ സ്വന്തം മകളുടെ കൈയാൽ ജീവൻ അപഹരിക്കപ്പെട്ടത്. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകും.